പാലക്കാട് DCC ഓഫീസ് ഉദ്ഘാടനത്തിനിടെ തിക്കും തിരക്കും കൂട്ടുന്ന നേതാക്കളുടെ ദൃശ്യങ്ങൾ പാർട്ടിക്കകത്തും പുറത്തും നിന്നുള്ള വലിയ വിമർശനങ്ങൾക്കായിരുന്നു ഇടയാക്കിയത്. രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും ഈ ദൃശ്യങ്ങൾ വെച്ച് പരിഹാസങ്ങൾ തുടർന്നതോടെ ഉദ്ഘാടന പരിപാടികൾക്ക് മാനദണ്ഡം കൊണ്ടുവരാൻ KPCC തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പാർട്ടി മുഖപത്രമായ വീക്ഷണത്തിന്റെ എഡിറ്റോറിയലും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പരിപാടികൾ മികച്ച രീതിയിൽ സംഘടിപ്പിച്ച് കുഴപ്പങ്ങളില്ലാതെ അവസാനിപ്പിക്കാനും സംഘാടകർ പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്നാണ് ഇടിച്ചുകയറിയല്ല മുഖം കാണിക്കേണ്ടതെന്ന തലക്കെട്ടിൽ പുറത്തുവന്ന എഡിറ്റോറിയൽ ചൂണ്ടിക്കാട്ടുന്നത്. വീക്ഷണത്തിന്റെ എഡിറ്റോറിയലിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ജനാധിപത്യ ശൈലി കൊണ്ടും പ്രവർത്തന പാരമ്പര്യം കൊണ്ടും ഏറ്റവും വലിയ പാർട്ടി. സ്വാതന്ത്ര്യ സമരം തൊട്ട് ഭരണഘടന സംരക്ഷിക്കുവാനുള്ള പ്രതിരോധ പോരാട്ടങ്ങൾക്ക് വരെ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ ശക്തമായ പ്രതിപക്ഷ കക്ഷി. അധികാരമല്ല, അരികുവൽക്കരിക്കപ്പെട്ടവർക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് ലക്ഷ്യവും മാർഗവും. പറഞ്ഞു വന്നത്, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിക്ക് ജനസമൂഹത്തിനിടയിലുള്ള ആദരവും ബഹുമാനവും വ്യക്തമാക്കാനാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പ്രസ്ഥാനത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തികൾ ചിലപ്പോഴെങ്കിലും നമ്മളിൽ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഏത് മഹത്തായ പരിപാടിയെയും മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യമാക്കുന്ന തരത്തിൽ അതിലേക്ക് ഇടിച്ചു കയറാൻ മത്സരിക്കുന്നവർ സ്വന്തം നില മറന്ന് പെരുമാറുന്നു. സമൂഹ മധ്യത്തിൽ പ്രസ്ഥാനത്തെ പരിഹാസ്യമാക്കി മാറ്റുന്ന ഇത്തരം ഏർപ്പാട് ഇനിയെങ്കിലും നമ്മൾ മതിയാക്കണം. മറ്റൊരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത പലതും പൈതൃകമായുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തരുത്. കോൺഗ്രസ് പാർട്ടിയിൽ ഇടിച്ചു കയറിയാൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരം പൊതുപ്രവർത്തന അലിഖിത ചട്ടം നിലവിൽ വരുന്നതിന് വളരെ മുൻപ് വൻ ജനബാഹുല്യം അണിചേർന്ന പല സമരമുഖങ്ങളിലും തികഞ്ഞ അച്ചടക്കവും സ്വയം നിയന്ത്രണവും കാണിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നത് മറന്നു പോകരുത്. സംഘാടക മികവ് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മാത്രമായി ഒതുങ്ങിപ്പോകരുത്. പരിപാടികൾ മികച്ച രീതിയിൽ സംഘടിപ്പിച്ച് കുഴപ്പങ്ങളില്ലാതെ അവസാനിപ്പിക്കാനും സംഘാടകർ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം, ബൂത്ത് ഏത് തലത്തിൽപ്പെട്ട ഘടകങ്ങളാണെങ്കിലും പാർട്ടി പരിപാടികളിൽ പ്രോട്ടോകോൾ പാലിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതും മറക്കരുത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അധികാരത്തിന് പുറത്തും സുദീർഘകാലം പ്രവർത്തിച്ച പാരമ്പര്യം സംഘടനയ്ക്കുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും കോൺഗ്രസ് സമ്മേളനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന ചിത്രങ്ങൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. മഹാത്മാഗാന്ധി നയിച്ച ജാഥകൾ മുതൽ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര വരെ കോൺഗ്രസ് നടത്തിയ ജനകീയ പോരാട്ടങ്ങളുടെ ഉജ്ജ്വല ഏടുകളാണ്. അവിടെയെല്ലാം ഒരു അപ്രഖ്യാപിത അച്ചടക്കവും ആത്മനിയന്ത്രണവും പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യം നമുക്ക് മാതൃകയാണ്. ജനക്കൂട്ട പാർട്ടി എന്നത് ജനാധിപത്യപരമായ വിശാലതയാണ്, മറിച്ച് കുത്തഴിഞ്ഞ അവസ്ഥയാക്കരുത്. കോൺഗ്രസിന്റെ പാർട്ടി വേദികളിൽ അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കത്തേക്കാൾ സ്വയം ഉത്തരവാദിത്തമേറ്റെടുത്ത് മാതൃക കാണിക്കുവാൻ കഴിയുന്നവരായി ബൂത്ത് മുതൽ KPCC വരെയുള്ള ഭാരവാഹികൾക്ക് കഴിയണം. ഉദ്ഘാടനവും അധ്യക്ഷനും മറ്റു പ്രധാന നേതാക്കന്മാർക്കും അവർ അർഹിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിപ്പിടങ്ങൾ സംഘാടകർ ഉറപ്പുവരുത്തണം. ഈ പരിപാടികൾ നേരിട്ടും സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ കാണുന്നവർക്ക് വിമർശിക്കുവാൻ ഇടവരാത്ത സാഹചര്യം ഉണ്ടാകണം. പ്രകടനങ്ങളിലും ജാഥകളിലും ക്യാമറ ഫ്രെയിമിൽ മുഖം വരുത്താൻ പരസ്പരം ഉന്തും തള്ളും സൃഷ്ടിക്കുന്ന പ്രവണത സമൂഹത്തിൽ പാർട്ടിക്കുണ്ടാക്കുന്ന അവമതിപ്പ് സ്വയം തിരിച്ചറിയണം. ഒരു സ്ഥാനവും ആഗ്രഹിക്കാതെ കോൺഗ്രസ് ഒരു വികാരമായി ജനക്കൂട്ടത്തിനിടയിൽ തൊണ്ട പൊട്ടുമാറ് ഉറക്കെ മുദ്രാവാക്യം മുഴക്കുന്ന സാധാരണ പ്രവർത്തകന്റെ വികാരം മുൻനിരയിൽ നിൽക്കുന്നവർ തിരിച്ചറിയണം. പൊതുജന മധ്യത്തിൽ പരിപാടികളുടെ ഗൗരവവും അന്തസ്സും സംഘാടകരുടെ അധ്വാനവും ത്യാഗവും വിസ്മൃതിയിലാക്കുന്ന അവസ്ഥ ഒരു കാരണവശാലും അനുവദിക്കുവാൻ കഴിയില്ല. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഒരു പൊതുമാനദണ്ഡവും പ്രവർത്തന രീതിയും പിന്തുടരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധം മനസ്സിൽ സൂക്ഷിക്കുന്നു. ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി ഈ അഴിമതി സർക്കാരിനെ പുറത്താക്കുവാൻ കാത്തു നിൽക്കുമ്പോൾ അവരുടെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുവാൻ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല നേതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന് ഉറപ്പുവരുത്തണം. വാർത്തകളിൽ പേരും പടവും എങ്ങനെയും വരുത്തണമെന്ന നിർബന്ധ ബുദ്ധി വേണ്ട. വേദികളിലും തെരുവിലും ഒരു നല്ല ഫ്രെയിം സൃഷ്ടിക്കുവാൻ മാധ്യമപ്രവർത്തകരെ കൂടുതൽ കഷ്ടപ്പെടുത്തരുത് എന്നാണ് വീക്ഷണം കുറിച്ചിരിക്കുന്നത്. പലപ്പോഴും പരിസരം മറന്നുള്ള ഇത്തരം ചെയ്തികൾ കൊണ്ട് കോൺഗ്രസ് പുലിവാലു പിടിക്കാറുണ്ട്.